നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു ചരിത്ര വിദേശ സന്ദർശനം ഉടൻ ആരംഭിക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി അദ്ദേഹം അമേരിക്കൻ സന്ദർശനം നടത്തും. അമേരിക്കയിൽ അദ്ദേഹത്തിന് വിവിധ തന്ത്രപ്രധാനമായ പരിപാടികളുണ്ട് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത് ക്വാഡ് ഉച്ചകോടിയാണ്. അതോടൊപ്പം തന്നെ UN-ൻ്റെ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ഡയസ്പോറയെ, അതായത് അമേരിക്കയിലെ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടിയും അദ്ദേഹത്തിനുണ്ട്. 20 മുതൽ 24 വരെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. 21-ാം തീയതിയാണ് ക്വാഡ് സമ്മേളനം, ക്വാഡ് ഉച്ചകോടി നടക്കുക. അമേരിക്കയിലെ ഡെലബെയറിലാണ് ഈ ക്വാഡ് ഉച്ചകോടി നടക്കുക. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നീ 4 രാജ്യങ്ങളടങ്ങുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അഥവാ ക്വാഡ്. ഈ ക്വാഡിൻ്റെ ഉച്ചകോടിയാണ് ഈ 21-ന് സെപ്റ്റംബർ മാസം 21-ന് അമേരിക്കയിൽ വച്ച് നടക്കുക. അതാണ് പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കൻ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത്. അമേരിക്കൻ പ്രസിഡൻ്റായ ജോ ബൈഡൻ ആയിരിക്കും ഈ ക്വാഡ് ഉച്ചകോടിയുടെ അധ്യക്ഷത വഹിക്കുക. ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി ആൽബനീസ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരാണ് ഈ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ UN ഉച്ചകോടിയും ഇത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട പരിപാടികൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്നത് 24-ന് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിയാണ്. ന്യൂയോർക്കിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി നടക്കുക. അദ്ദേഹം നടത്തുന്ന മിക്ക വിദേശ സന്ദർശനങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടി നിർബന്ധമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികൾ നടത്താറുണ്ട്. അതായത് അതാത് രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായും ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്താറുണ്ട്. ഇതിലേറ്റവും വലിയ പരിപാടി നടക്കുന്നത് അമേരിക്കയിലാണ്. ഏതാണ്ട് 25,000-ത്തിലധികം പേർ ഇപ്പോൾ തന്നെ 24-ന് നടക്കുന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. 1,00,000-ത്തോളം ഇന്ത്യക്കാരെ ആയിരിക്കും അമേരിക്കയിൽ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുക. തീർച്ചയായും ഈ അഭിസംബോധനയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എത്തുകയും അവിടെ അദ്ദേഹം ചില ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുകയും ചെയ്തത്. അതായത് ഇന്ത്യ ആളുകൾ ഭാഷാപരമായി സംഘർഷം നടത്തുന്ന സ്ഥലമാണെന്നും ജാതീയമായും മതപരമായും സംഘർഷം നടത്തുന്ന സ്ഥലമാണെന്നും ഇന്ത്യയിലെ മതന്യൂനപക്ഷമാണ് സിഖ് മതമെന്നും ഈ സിഖ് മതസ്ഥർക്ക് വലിയ രീതിയിലുള്ള വിവേചനം ഇന്ത്യയിൽ നേരിടുന്നുവെന്നുമൊക്കെയുള്ള പച്ചക്കള്ളമാണ് ഈ അമേരിക്കൻ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയത്. അദ്ദേഹം വിദ്യാർത്ഥി സമൂഹവുമായി സംവദിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം അമേരിക്കയിലെ ചില ലോ മേക്കേഴ്സുമായി കൂടിയാലോചന നടത്തി. ഈ ലോ മേക്കേഴ്സ് എല്ലാം ഇന്ത്യ വിരുദ്ധരായ അമേരിക്കൻ സാമാജികരായിരുന്നു. ഇവരുമായിട്ടാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് 3,000-4,000 പേർ പങ്കെടുത്ത വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കുന്ന ഒരു പരിപാടി, അതിലും പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ നരേന്ദ്രമോദി ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കൻ മണ്ണിൽ വന്നു പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയാൻ പോവുകയാണ്. രാഷ്ട്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സംസാരിച്ച ഓരോ വാക്കിനും ഈ പ്രസംഗത്തിൽ മറുപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതാണ് അമേരിക്കയിലെ ഇത്തവണത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ ഇന്ത്യക്കാരെല്ലാം നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾക്കായി കാതോർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിപാടി നേരിട്ട് കാണാനായി ന്യൂയോർക്കിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് 25,000-ത്തിലധികം രജിസ്ട്രേഷനുകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയത്. എന്തായാലും സംഘാടകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. നിറഞ്ഞു കവിയുന്ന വേദിയിലായിരിക്കും നരേന്ദ്രമോദി പ്രസംഗം നടത്തുക. ഈ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അമേരിക്കൻ മണ്ണിൽ വെച്ച് രാജ്യത്തിനെതിരെ നടത്തിയ ഓരോ വാക്കുകൾക്കും മറുപടി ഉണ്ടാകുമെന്ന് അമേരിക്കക്കാരും ഇന്ത്യക്കാരും ഒരുപോലെ കാതോർക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.
ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.